പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വിദേശികൾക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്താൻ ട്രംപ്. 41 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാവിലക്ക് നേരിടേണ്ടി വരും. രാജ്യങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ച് അവിടുത്തെ പൗരന്മാർക്ക് വിസ വിലക്കുൾപ്പെടെ ഏർപ്പെടുത്താനാണ് നീക്കം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമർ എന്നിവിടങ്ങളിലെ പൗരന്മാർക്കുൾപ്പെടെ നിയന്ത്രണങ്ങൾ വരും. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, ഉത്തര കൊറിയ എന്നിവ ഉൾപ്പെടെ 10 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആദ്യ ഗ്രൂപ്പിൽ പൂർണ്ണ വിസ റദ്ദാക്കൽ നേരിടേണ്ടി വരും. എറിത്രിയ, ഹെയ്ത്തി, ലാവോസ്, മ്യാൻമർ, ദക്ഷിണ സുഡാൻ തുടങ്ങിയ 5 രാജ്യങ്ങളാണ് രണ്ടാം പട്ടികയിലുള്ളത്. ഇവർക്ക് വിസ അനുവദിക്കുന്നതിൽ ഭാഗിക നിയന്ത്രണമാണ് ഉണ്ടാകുക. ടൂറിസ്റ്റ്, സ്റ്റുഡന്റ്, കുടിയേറ്റ വിസകൾ അനുവദിക്കുന്നതിലാണ് നിയന്ത്രണം. 26 രാജ്യങ്ങളാണ് മൂന്നാമത്തെ വിഭാഗത്തിലുള്ളത്. സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിന് അവരുടെ സർക്കാരുകൾ 60 ദിവസത്തിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഇവിടത്തെ പൗരന്മാർക്ക് US വിസ നൽകുന്നത് ഭാഗികമായി റദ്ദാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി വിസിറ്റിംഗ് വിസ നിയമത്തിൽ സുപ്രധാന മാറ്റം. സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ എന്ന് തീരുമാനിക്കുക ഇനി സൗദി എംബസികൾ. സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ ആപ്ലിക്കേഷൻ പോർട്ടലിൽ നിന്ന് പൂർണ്ണമായും പിൻവലിച്ചു. ഒരു അറിയിപ്പാണ് അപേക്ഷകർക്കായി നൽകിയിരിക്കുന്നത്. വിസയുടെ കാലാവധി, സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ എന്നത്, സൗദിയിലെ താമസകാലം എന്നിവ വിസ സ്റ്റാമ്പിംഗ് സമയത്ത് അതത് രാജ്യങ്ങളിലെ സൗദി എംബസികൾ തീരുമാനിക്കുമെന്നാണ് ആ അറിയിപ്പിൽ പറയുന്നത്. കാലാവധിയും വിസയുടെ തരമായ സിംഗിളോ മൾട്ടിപ്പിളോ എന്നത് അപേക്ഷിക്കുമ്പോൾ നിശ്ചയിക്കാനാവില്ല. അത് VFS വഴി വിസ സ്റ്റാമ്പിങ്ങിന് അയക്കുമ്പോൾ എംബസിയാണ് തീരുമാനിക്കുക. സ്റ്റാമ്പിംഗ് നടപടി പൂർത്തിയാക്കി പാസ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ ഏത് വിസയാണെന്ന് അറിയാനാകൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃത്രിമ ഉപഗ്രഹമായ ഇത്തിഹാദ് സാറ്റ് വിജയകരമായി വിക്ഷേപിച്ച UAE. എല്ലാ കാലാവസ്ഥയിലും രാത്രിയും പകലും ഉയർന്ന കൃത്യതയോടെ ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ളതാണ് ഈ ഉപഗ്രഹം. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററും ദക്ഷിണ കൊറിയയുടെ സാട്രെക്കും സംയുക്തമായാണ് ഉപഗ്രഹം വികസിപ്പിച്ചത്. ഈ വർഷം UAEയുടെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണമാണിത്. സ്പേസ് എക്സിന്റെ കരുത്തുറ്റ ഫാൽക്കൺ 9 റോക്കറ്റാണ് വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സാറ്റലൈറ്റാണിത്. US-ലെ കാലിഫോർണിയ വാണ്ടൻബർഗ് സ്പേസ് ബേസിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. വിക്ഷേപണത്തിന് ശേഷം സാറ്റലൈറ്റ് നിയന്ത്രിക്കുന്നത് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിന്റെ മിഷൻ കൺട്രോൾ സെന്ററായിരിക്കും. ഇവിടെ നിന്ന് ഉപഗ്രഹ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ഉപഗ്രഹത്തിൽ 3 ഇമേജ് മോഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ കാലാവസ്ഥയിലും കൃത്യതയോടെ ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്താൻ ഈ ഉപഗ്രഹത്തിനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം ശ്രീലങ്ക സന്ദർശിക്കും. ഊർജ, തുറമുഖ മേഖലകളിലെ സംയുക്ത പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുകയാണ് മോദിയുടെ സന്ദർശന ലക്ഷ്യം. കഴിഞ്ഞ വർഷം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായികയുടെ ഡൽഹി സന്ദർശന വേളയിൽ ഉണ്ടാക്കിയ കരാറുകൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായാണ് മോദിയുടെ ശ്രീലങ്ക സന്ദർശനം. പാർലമെന്റിൽ ബജറ്റ് വിഹിത ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെയാണ് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് ഇക്കാര്യം പറഞ്ഞത്. മോദിയുടെ സന്ദർശന വേളയിൽ സാംപൂർ സോളാർ പവർ സ്റ്റേഷൻ തുറക്കുന്നതിന് പുറമെ നിരവധി പുതിയ ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കുമെന്ന് ഹെറാത്ത് പറഞ്ഞു. 2023 കിഴക്കൻ ട്രിങ്കോമലി ജില്ലയിലെ സാംപൂർ പട്ടണത്തിൽ 135 മെഗാവാട്ട് സൗരോർജ്ജ പ്ലാന്റ് നിർമ്മിക്കാൻ സംസ്ഥാന വൈദ്യുതി സ്ഥാപനമായ സിലോൺ വൈദ്യുതി ബോർഡും ഇന്ത്യയുടെ NTPCയും സമ്മതിച്ചു. ശ്രീലങ്കൻ സർക്കാരിന്റെ ഇന്ത്യയോടുള്ള സൗഹാർദ്ദ നയം ദ്വീപ് രാഷ്ട്രത്തിന് നിരവധി നേട്ടങ്ങൾ കൈവരുത്തിയിട്ടുണ്ടെന്ന് ഹെറാത്ത് പറഞ്ഞു. അതിൽ നിരവധി ഇന്ത്യൻ പദ്ധതികൾ ഉൾപ്പെടുന്നു. ദേശീയ താൽപര്യം നിലനിർത്തുന്നതിനായി പ്രവർത്തിക്കുമ്പോൾ ആരുടെയും പക്ഷം പിടിക്കാതെ ഞങ്ങളുടെ വിദേശ നയത്തിൽ നിഷ്പക്ഷത പാലിക്കുമെന്ന് ഹെറാത്ത് പറഞ്ഞു. 2015 ശേഷം ദ്വീപ് രാഷ്ട്രത്തിലേക്കുള്ള മോദിയുടെ 4ാമത്തെ സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ഗതാഗത നിയമലംഘനങ്ങളിൽ വൻ വർധന. റഡാർ ക്യാമറകൾ കണ്ടെത്തിയത് 20 ലക്ഷത്തിലേറെ ട്രാഫിക് നിയമലംഘനങ്ങൾ. ദുബായിലെ റോഡ് സുരക്ഷയെക്കുറിച്ച് ആശങ്ക ജനിപ്പിക്കുന്ന കണക്കുകളാണ് UAE ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത്. 2024 ദുബായിലെ റഡാർ ക്യാമറകൾ പിടിച്ചെടുത്തത് 2,70,338 ട്രാഫിക് നിയമലംഘനങ്ങൾ. അധികൃതർ പുറത്തുവിട്ട കണക്കുകളിലാണ് ഈ വിവരമുള്ളത്. റോഡ് സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പൊതുജനാവബോധം മെച്ചപ്പെടുത്തേണ്ടതിന്റെയും ആവശ്യകത ഈ കണക്കുകൾ എടുത്തുകാണിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദുബായ് അധികൃതർ. പെട്ടെന്നുള്ള ലെയിൻ മാറ്റങ്ങളാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. ഇത് 676 അപകടങ്ങൾക്ക് കാരണമായതായി കണക്കുകൾ വ്യക്തമാക്കി. വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുന്നതിനുള്ള വീഴ്ചയാണ് റോഡുകളിലുണ്ടാകുന്ന 2ാമത്തെ അപകട കാരണം. ഇതുമൂലം കഴിഞ്ഞ വർഷമുണ്ടായത് 518 അപകടങ്ങളാണ്. ഡ്രൈവർമാർ വേഗതാ പരിധി ലംഘിച്ച കുറ്റങ്ങളാണ് റഡാർ ക്യാമറകൾ പകർത്തിയ നിയമലംഘനങ്ങളിൽ ഏറ്റവും കൂടുതൽ.
വേഗതാ പരിധി മണിക്കൂറിൽ 30 കിലോമീറ്ററിൽ കൂടുതൽ കവിഞ്ഞ 20 ലക്ഷത്തിലധികം സംഭവങ്ങളാണ് റഡാർ ക്യാമറകൾ പിടിച്ചെടുത്തത്. 1.5 ലക്ഷത്തിലേറെ പാർക്കിംഗ് നിയമലംഘനങ്ങളും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.